നമ്മളവിടെ എത്ര ചക്കയും മാങ്ങയും തേങ്ങ ഉണ്ടായാലും നമ്മൾ അമ്മേൻ്റെ അടുപ്പിൽ എടുക്കുമ്പം അതിനൊരു പ്രത്യേക സുഖമല്ലേ. അങ്ങനെ ഞാൻ ഇന്ന് അതെടുക്കാൻ പോയ കഥ ഞാൻ പറഞ്ഞേരേ. പോകുന്ന ബൈക്കാണെങ്കിൽ പുതിയ EV ചാർജിങ് സ്റ്റേഷനല്ലോ, അതും നമ്മളെ നാട്ടിൽ. ഓ എന്തെല്ലാം മാറ്റങ്ങളാ. ഒരക്കത്തി ഒന്ന് മേലോട്ടൊക്കെ മാതിരുന്ന അടുത്ത ചാമ്പക്കെല്ലാം കരിഞ്ഞായി. പണ്ട് ഞാൻ ഈ ചാമ്പക്ക കടി എന്തെല്ലാം അടി ഉണ്ടാക്കുന്ന അറിയാവാ. നാട്ടിലെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുത്തരം കൊടുക്കൂല, ഫുള്ള് എൻ്റെ ഉള്ളേന്. ഇപ്പൊ ആ മരം തന്നെ കരിഞ്ഞായി. അമ്മമ്മേനെ കണ്ട പിന്നെ ആദ്യത്തെ 5 മിനിറ്റ് ഫുള്ള് ഉഷാറന്നെ. ആദ്യത്തെ നാട്ടു വർത്താനോ അടുത്ത അതും ഇതെല്ലാം പറഞ്ഞ് നല്ല അടിപൊളി മൂഡിലായിരിക്കും. പക്ഷേ ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാർ ഫുള്ള് ഡിപ്രഷനിലാകുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നിന്നിട്ട് എല്ലാം കേട്ടു കുത്തിരിക്കുക. അന്നേരം ഞാനും കാണുന്നേ ഇനി ആകാശം വല്ല ഉൽക്കങ്ങ വന്ന് പതിച്ചപ്പോൾ തറപ്പായി ഇത് ഒരുമിച്ച് കരിഞ്ഞു പോയതാണോന്നിങ്ങനെ ആലോചിക്കുമ്പോൾ വന്ന കാര്യം മറന്നുപോയി. അങ്ങനെ വന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ നേരെ കണ്ടത്തിലേക്ക് ഇറങ്ങി. കണ്ടത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ ചക്കക്കാണ് അധികം വലിപ്പം വെച്ചിട്ടില്ല. അപ്പം നമ്മൾ നേരെ ചക്കയെന്ന് മാങ്ങയിലേക്ക് ടാച്ചിട്ട് മാറ്റി. അങ്ങനെ നേരെ ബൈയിലേക്ക് ഇറങ്ങി. ബൈയിലേക്ക് ഇറങ്ങുമ്പോൾ മാങ്ങ അത്യാവശ്യം ഉണ്ടെങ്കിലും കുറച്ച് ഉയരത്തിലുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കണ്ടുപിടുത്തത്തിൽ തന്നെ 2 കൊക്ക ഒരുമിച്ച് കെട്ടി മാങ്ങ പറിക്കാൻ നോക്കി. എന്നത്തെയും പോലെ തന്നെ അതും വളിപ്പോയി. എല്ലാத்தைയും നമ്മൾ ആദ്യം പറഞ്ഞേക്ക് 2 എണ്ണം കിട്ടാണ്ട് 1 കിട്ടിയാൽ മതി. ഇതാ പറയുന്നത് കാരണം നമ്മൾ പറയുന്നത് കേൾക്കണം. അങ്ങനെ അയച്ച് പണിയെടുത്ത് ഓക്കേനെ കൊണ്ട് ഞാൻ പിന്നെയും മാങ്ങ അവർ തുടങ്ങി. പിന്നെ ഫുള്ള് ചറവറ മാങ്ങ തന്നെ, ഏത് മൂടേനും. പിന്നെ അങ്ങനെ എല്ലാം മാങ്ങിയും പകുതി അമ്മമ്മ കൊടുത്ത് പകുതി ഞാനും എടുത്ത്.